ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ പഠനം തുടരാം. ഇന്ന് 36 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചു. വിദേശത്തു നിന്നു വന്ന യഹൂദന്മാർ അത് കണ്ട് അത്ഭുതപ്പെട്ടു. അവർ ഓടിക്കൂടി. എന്നാൽ യെരുശലേമിലുണ്ടായിരുന്ന യഹൂദന്മാർ ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു പരിഹസിച്ചു. അവർക്ക് മറുപടിയായി പത്രോസ് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. ഈ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവ് വന്നത് യോവേൽ പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ച് ആണ് എന്ന് പത്രോസ് സ്ഥാപിച്ചു. അതിനുശേഷം താൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് 21-ാം വാക്യത്തിൽ താൻ പറഞ്ഞു. ആ കർത്താവ് അവരുടെ നാട്ടിൽ 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്ത യേശുവാണ് എന്നാണ് പത്രോസ് പറയുന്നത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിൽ കുത്തുകൊണ്ടു. കാരണം എല്ലാം നന്നായി ചെയ്ത, ഒരു തെറ്റും ചെയ്യാതെ ആളുകൾക്ക് ഗുണം മാത്രം ചെയ്ത, നന്മ മാത്രം ചെയ്ത യേശുവിനെ അധർമ്മികളുടെ കയ്യാൽ അവർ ക്രൂശിച്ചു കൊന്നു. അത് തെറ്റായിപ്പോയി എന്ന് ചിലർക്കെങ്കിലും തോന്നി. ഈ പ്രസംഗത്തിൻ്റെ ഫലമായി കേൾവിക്കാരായ യഹൂദന്മാർക്ക് ചിലർക്കെങ്കിലും അവർ ചെയ്തത് ഒരു വലിയ തെറ്റാണ് എന്ന ധാരണ ഉണ്ടായി. ആളുകൾ പ്രതികരിച്ചു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർക്ക് പാപബോധമുണ്ടായി. പ്രാഥമികമായി നിഷ്കളങ്കനായ യേശുവിനെ ക്രൂശിക്കുവാൻ കൂട്ടുനിന്നു എന്നതാണ് അവർ ചെയ്ത തെറ്റ് എന്നവർ മനസ്സിലായി. ഇവിടെ പത്രോസ് ആദ്യമായി സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഈ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ ആദ്യം കേൾവിക്കാരിൽ ഉണ്ടായ മാറ്റം അവർക്ക് പാപബോധം ഉണ്ടായി എന്നതാണ്. പാപബോധം ഉണ്ടാകാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയില്ല. ഞാനൊരു പാപിയാണെന്നും ദൈവമുമ്പാകെ ശിക്ഷാവിധിക്ക് യോഗ്യനാണെന്നും മനസ്സിലാക്കുന്ന ഒരാളാണ് ഒരു രക്ഷിതാവിനെ തേടുന്നത്. എല്ലാ മനുഷ്യരും പാപികളാണ്. പക്ഷേ എല്ലാ മനുഷ്യർക്കും പാപബോധം ഉണ്ടാകുന്നില്ല. പാപബോധം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും പാപബോധം ഉണ്ടാകില്ല. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, പാപബോധം ഉണ്ടാകുവാൻ ദൈവവചനത്തിൻ്റെ കേൾവി ആവശ്യമാണ്. ദൈവവചനം കേൾക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നിലവാരം എന്താണെന്ന് കേൾവിക്കാർക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ നിലവാരം ദൈവവചനത്തിലൂടെ മനസ്സിലാകും എന്ന് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ പരിശോധിക്കുന്നവർക്കും ദൈവത്തിൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാകും. കാരണം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആളുകൾക്ക് ദൈവത്തിൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാകും. അതിൻ്റെ ഫലമായി അവർക്ക് പാപബോധം ഉണ്ടാകും. പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ആളുകൾ
പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി പത്രോസ് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മാനസാന്തരം? വളരെ ലളിതമായി പറഞ്ഞാൽ, തെറ്റായ വഴിയിലൂടെ നാം പോകുമ്പോൾ ഈ വഴി തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കുന്നതാണ് മാനസാന്തരം. എന്നാൽ അത് മാത്രമല്ല മാനസാന്തരം. പോകുന്ന വഴി തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേറൊരു വഴിയിലേക്ക് പോകുന്നതല്ല മാനസാന്തരം. മറിച്ച് വഴി തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ശരിയായ വഴിയിൽ പോകുന്നതാണ് മാനസാന്തരം. എന്ന് വെച്ചാൽ, പാപം ചെയ്ത് പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തി ആ വഴിയിൽ നിന്നും തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നടക്കുന്നതാണ് മാനസാന്തരം. അപ്പോൾ മാനസാന്തരപ്പെടുന്ന വ്യക്തി പാപത്തിൽ നിന്ന് തിരിയണം, അതേസമയം ദൈവത്തിങ്കിലേക്ക് തിരിയുകയും വേണം. മൂന്നാമതായി, പാപത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ മനോഭാവം ഉണ്ടാവണം. പാപത്തെ നോക്കി ദൈവം എന്തു പറയുന്നു അത് തന്നെയായിരിക്കണം ആ ആളുടെ മനോഭാവം. പാപത്തെ നോക്കി ദൈവം എന്തു പറയുന്നു അതാണ് ശരിയെന്നൊരാൾ സമ്മതിക്കുമ്പോൾ അയാൾ മാനസാന്തരപ്പെടുകയാണ്. രണ്ടാമത് പത്രോസ് പറഞ്ഞ കാര്യം, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. നമുക്കറിയാം, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് സ്നാനപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ പത്രോസ് എന്തുകൊണ്ടാണ് വെറുതെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അത് അവരുടെ ഒരു ഭാഷാശൈലിയായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കണം എന്ന ആ ദീർഘമായ കാര്യത്തിൻ്റെ ചുരുക്കിപ്പറച്ചിലാണ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്നത്. ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം നോക്കുമ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങുന്നു. വെള്ളത്തിൽ മുങ്ങിയാൽ അയാൾക്ക് പാപമോചനം ലഭിക്കുമോ? മാമോദീസ അല്ലെങ്കിൽ സ്നാനം അതൊരാൾക്ക് പാപമോചനം നൽകുമോ? ഈ വാക്യം നമുക്ക് വായിച്ചാൽ അങ്ങനെ തോന്നും. എന്നാൽ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, ആ വ്യക്തി യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാവുകയാണ്. എന്ന് വെച്ചാൽ, എൻ്റെ ജീവിതം മരണയോഗ്യമാണ്, ഞാൻ മരിച്ചേ മതിയാവൂ. എന്നാൽ ഞാൻ മരിച്ചാൽ നിത്യതയിലേക്ക് പോകും. അതിനു പകരം ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മരണവുമായി ഏകീഭവിക്കുന്നു. യേശു മരിച്ചത് എൻ്റെ മരണത്തിന് പകരമാണ്. യേശുവിൻ്റെ മരണവുമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ താതാത്മ്യം പ്രാപിക്കുന്നു. രണ്ടാമത്, യേശു എന്നെ മരിച്ച് കഴിഞ്ഞ് അടക്കം ചെയ്തതുപോലെ എന്നെയും അടക്കം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ, പഴയ എൻ്റെ ജീവിതം അത് ഇല്ലാതെയാവുകയാണ്. അത് മരിച്ചു, അത് അടക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. എന്ന് വച്ചാൽ, സ്നാനപ്പെടുന്ന ഒരു വ്യക്തി പഴയ ജീവൻ ഉപേക്ഷിച്ച് അതിന് മരിച്ച് ദൈവം നൽകുന്ന പുതുജീവൻ അനുസരിച്ച് ജീവിക്കുന്നു. ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ടാവുകയാണ്. അതിൻ്റെ കാരണം, പഴയ വ്യക്തി മരിച്ചു, പുതിയ വ്യക്തി താന്താങ്ങൾക്കുള്ളവരല്ല. എന്ന് വെച്ചാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിന്മേലുള്ള അധികാരം അയാൾക്കല്ല, മറിച്ച് അയാൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വകയാണ്. യേശുവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു തീരുമാനമാണ് സ്നാനത്തിലൂടെ അവർ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മാനസാന്തരപ്പെടണം, യേശുവിൻ്റെ മരണവുമായി ഏകീഭവിക്കണം, അവൻ നൽകുന്ന പുതുജീവൻ അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. ഇതാണ് പത്രോസ് അന്ന് അവിടെ കൂടിയ യഹൂദന്മാരോട് പറഞ്ഞത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.